നവോത്ഥാന നായകരിൽ പ്രധാനിയായി മാറിയ വിശ്വമാനവികതയുടെ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുദേവൻ ഞങ്ങൾ സഹൃദയ സമക്ഷം അവതരിപ്പിക്കട്ടെ. ഗുരുചരണം ശരണം.
കുഞ്ഞു നന്നായി സ്തുതി ചൊല്ലുന്നുവല്ലോ. ഏറെ ആത്മസന്ദേശമുള്ള ഈ സ്തുതി ആര് കുഞ്ഞിനെ പഠിപ്പിച്ചു? നമസ്കാരം ഗുരു. ഇതാരും എന്നെ പഠിപ്പിച്ചതല്ല. വെറുതെ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നിയത് ചൊല്ലി നോക്കിയതാണ്. ഓ, വിശ്വസിക്കാനാവുന്നില്ല. ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലൂ, കേൾക്കട്ടെ. ഷോ, അതിനിയും അങ്ങനെ തന്നെ വരുമോ എന്നറിയില്ല. ശ്രമിച്ചു നോക്കാം. ശങ്കര, ശംഭോ മഹാദേവ, അനുഗ്രഹം തന്നെ, അവിടുത്തെ അനുഗ്രഹം തന്നെ. ഒന്നും നിശ്ചയമില്ല ഗുരു. മനസ്സിലെത്തിയത് ചൊല്ലിയെന്നേ ഉള്ളൂ. അതൊരു ചെറിയ കാര്യമല്ല കുഞ്ഞെ. മനസ്സിൽ ഇനിയും സരസ്വതി കടാക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. കുഞ്ഞ് അതെല്ലാം ഓരോരോ തവണയായി ചൊല്ലി തിട്ടം വരുത്തി ഉറപ്പിച്ചു വെക്കണം. കൂട്ടത്തിൽ വിദ്യ നന്നായി അഭ്യസിക്കുകയും വേണം. മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവും. എനിക്ക് വളരെ സന്തോഷമായി. വരൂ, കുഞ്ഞിന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. വിദ്യാനാമനരസ്യ രൂപമധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാഭോഗകരീ യശസ്സുഖകരീ വിദ്യാ ഗുരുണാം ഗുരു. കുഞ്ഞിന് കുറച്ചുകൂടി പഠിത്തത്തിന് സൗകര്യം ഒരുക്കണമെന്ന് ഞാൻ അച്ഛൻ മാടനാശാനോട് പറയാം. അദ്ദേഹം അത് വളരെ ഗൗരവകരമായി തന്നെ എടുക്കും. ആയിക്കോട്ടെ ഗുരു, പഠിക്കാൻ ഞാൻ തയ്യാറാണ്. ഇടത്തെ ഭാഗം താണ്ഡവരൂപമോ വലത്തെ ഭാഗമോ. മോൻ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിച്ചത്? അമ്മയ്ക്കും അച്ഛനും സഹോദരിമാർക്കും കൂട്ടുകാർക്കും എല്ലാം സുഖമായിരിക്കണേന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എല്ലാവർക്കും നല്ലത് വരുത്തണമെന്നും പ്രാർത്ഥിച്ചു. അമ്മ എന്താ പ്രാർത്ഥിച്ചത്? എന്റെ മോന് നല്ല അറിവും പഠിക്കാനുള്ള കഴിവും ബുദ്ധിയും നൽകണേന്ന് പ്രാർത്ഥിച്ചു. അവരെന്താണമ്മേ നമ്മളെ കണ്ടപ്പോൾ ഓടി മാറുന്നത്? അവർ നമ്മളെക്കാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് മോനെ. അവരും മനുഷ്യരല്ലേ അമ്മേ? അതെ മോനെ, പക്ഷേ എല്ലാം ഓരോരോ കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും അല്ലേ കുട്ടി? ഈ ജാതി എന്ന് പറഞ്ഞാൽ എന്താണമ്മേ? അത് മനുഷ്യർ ഉണ്ടാക്കിയ ചില കാര്യങ്ങളാണ് മോനെ. കൂടുതൽ ചോദിച്ചാൽ അമ്മയ്ക്ക് ഉത്തരവില്ല. കുറെ കൂടി വലുതാകുമ്പോൾ മോൻ അതെല്ലാം മനസ്സിലാകും. എനിക്കതൊന്നും മനസ്സിലാക്കാൻ താല്പര്യമില്ലമ്മേ. നമ്മൾ ഈ ചുറ്റുപാടിലൊക്കെ ജീവിക്കുമ്പോൾ അതിലൂടെ എല്ലാം കടന്നു പോവുകയും ചിലതൊക്കെ അംഗീകരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നാരായണ. എന്റെ അമ്മയെ കണ്ട് മറ്റുള്ളവർ വഴിമാറുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ അമ്മ വഴിമാറുന്നതും എനിക്ക് ഇഷ്ടമല്ലമ്മേ. മനുഷ്യനെ ദൈവം ഒരേപോലെയാണ് ജനിപ്പിച്ചത്, ശരിയല്ലേ? മോനെ, വാ വാ വാ, നമ്മളിനി ഈ വഴി നിൽക്കരുത്, നമുക്ക് മാറി നിൽക്കാം. അതെന്താ അമ്മേ? വരുന്നത് കാട്ടാനയോ പുലിയോ മറ്റോ ആണോ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ജാതി വേണ്ടാന്ന്. ജാതി വേണ്ട, ജാതി വേണ്ട അമ്മേ, നമുക്ക് ജാതി വേണ്ട. മോനെ, ഇതൊക്കെ കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന സമ്പ്രദായങ്ങളല്ലേ കുഞ്ഞെ? അതൊക്കെ നമ്മളായിട്ട് എങ്ങനെയാ മാറ്റമുണ്ടാക്കുക? മാറ്റമുണ്ടാക്കും. ഇതിനാണോ എന്റെ പ്രതിജ്ഞ?
നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതികളൊന്നും മനസ്സിലാക്കുവാനുള്ള പ്രായം ഇപ്പോൾ നിനക്കായിട്ടില്ല. അത് വഴിയെ മനസ്സിലായിക്കോളൂ. ഇപ്പോൾ ഇവിടെയുള്ള ഈ വ്യവസ്ഥിതികളൊക്കെ വളരെ തെറ്റല്ലേ അച്ഛാ? മനുഷ്യന്റെ സ്വന്തം ലാഭത്തിനായി മനുഷ്യനെ പല തട്ടുകളായി തിരിച്ച് വേർതിരിവ് കാട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കുഞ്ഞെ, കൂടുതൽ ചിന്തിക്കുമ്പോൾ നീ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളൊന്നും ഉണ്ടാക്കിയ സമ്പ്രദായങ്ങളൊന്നും അല്ലല്ലോ. കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന രീതികളല്ലേ. അതൊക്കെ ശരിയായിരിക്കാം, എന്നാലും മോൻ അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. പഠനത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട സമയമായിപ്പോഴും. അതുപോലെ മോൻ കീഴാളരായ കുട്ടികൾക്കൊപ്പം കളിക്കാൻ പോകുന്നതിൽ ചിലർക്കുള്ള അതൃപ്തി അവരെന്നെ അറിയിച്ചിരുന്നു. ആ കുട്ടികൾക്കൊപ്പം ഇരുന്നു നീ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞല്ലോ. കേട്ടത് ശരി തന്നെ അച്ഛാ. ഈയിടെ ഞങ്ങൾ ഒന്നിച്ചാണ് കളിക്കാറ്. കളിക്കിടെ കൂട്ടുകാർക്ക് നന്നായി വിശന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പഴവും വെള്ളവും എടുത്തു കൊടുത്തു. അവരുടെ വിശപ്പ് മാറി. അത് തെറ്റാണോ അച്ഛാ? തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയുക? നമ്മൾ നോക്കുമ്പോ തെറ്റില്ലായിരിക്കാം. പക്ഷേ നമുക്ക് തെറ്റല്ലെങ്കിൽ പിന്നെ ആർക്കാണ് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം? കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതും അവരുടെ വിശപ്പകറ്റുന്നതും എങ്ങനെ തെറ്റാകും അച്ഛാ? മോനെ, നിലവിലുള്ള ജാതി വ്യവസ്ഥകൾ ഒന്നും തന്നെ ഇത്തരം പ്രവർത്തികൾക്ക് നമ്മെ അനുവദിക്കുന്നില്ലെന്ന് മാത്രം നീ ഇപ്പൊ മനസ്സിലാക്കുക. മേലാളന്മാർ നിലപാട് കടുപ്പിച്ചാൽ അത് നമുക്ക് വിനയാകും. ഏത് തരത്തിലും അത്രമാത്രം മനസ്സിൽ കരുതിയിരിക്കുക. അല്ലാതെ ഞാൻ എന്തുപദേശിക്കാൻ? ശംഭോ മഹാദേവ. ശരി അച്ഛാ. എല്ലാത്തിനും അല്പം ശ്രദ്ധ കൊടുക്കുക. പിന്നെ അടുത്ത ദേശത്തുള്ള കുന്നംപള്ളി രാമൻ പിള്ളയാശാനുമായി ഒരു സൗഹൃദമുണ്ടാകാൻ ഇടയായപ്പോൾ ഞാൻ മോനെ ശിക്ഷപ്പെടുത്തുന്ന വിവരം അറിയിച്ചിരുന്നു. സംസ്കൃതത്തിൽ അഗാധ പണ്ഡിതനായ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം മോന്റെ ജീവിതത്തിൽ ഒരു നല്ല പാതയായിരിക്കും. ഹായ്, സംസ്കൃത പഠനം എനിക്ക് വളരെ സന്തോഷമായി അച്ഛാ. മാടനാശാൻ എന്ന എന്റെ അച്ഛന് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്നത്തെ ഈ സമൂഹ വ്യവസ്ഥയ്ക്ക് അപ്പുറം ചിന്തിക്കാൻ എന്റെ അച്ഛന് കഴിഞ്ഞു. കാലചക്രം കറങ്ങി മാറി. വയൽവാരം വീട്ടിൽ നാണു എന്ന നാരായണൻ ബാല്യവും കൗമാരവും കടന്ന് യൗവനത്തിലേക്ക് കാൽവെച്ചു. സാമൂഹിക സാഹചര്യങ്ങളെ അതിജീവിച്ച് ജാതി സമ്പ്രദായങ്ങളെ തുടച്ചു നീക്കുക എന്ന തന്റെ പ്രതിജ്ഞ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ മാനവരാശിക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു. ജീവിതത്തിലെ പഠനയാത്രയിൽ കുന്നംപള്ളി രാമൻ പിള്ളയാശാൻ, ചെമ്പഴന്തി സ്വാമികൾ, തൈക്കാട് അയ്യാവ് സ്വാമികൾ തുടങ്ങിയവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും സംസ്കൃതം, ഭാഷാശാസ്ത്രം, വേദ ഉപനിഷത്തുകൾ, യോഗവിദ്യ തുടങ്ങിയവയിൽ അഗാധമായ പാണ്ഡിത്യം നേടുകയും ചെയ്തു. മാനവരാശിയുടെ ശാന്തി മന്ത്രമായി ആ യുവാവ് പടവുകൾ കയറി. ചെക്കൻ വീട് വിട്ടിറങ്ങിയിട്ട് 6-7 ദിവസമായി. ഈയിടെയായി ഒരു ഉത്തരവാദിത്വമില്ലാത്ത പോക്കാണെന്നേ. ഈ മനുഷ്യരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നുമില്ലല്ലോ. എന്തു ശ്രദ്ധിക്കാനാണ് നീ പറയുന്നത്? അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ഓ നിങ്ങളുടെ ഈ വർത്തമാനം ആ ചെക്കനെ വഷളാക്കുന്നത്. എടി കുട്ടിക്കൊച്ചെ, അവൻ എന്റെ മോനാണ്. ഒരു വശാലും ആവൂല, അല്ലേ? നോക്കിക്കൂ. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇരുന്ന് അവൻ എന്തോ സ്വാമിമാർഗത്തിലാ ഇപ്പൊ. ഇക്കണ്ട നേരവും ഇങ്ങനെ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ട് നടപ്പും. ഇപ്പോഴിതാ വീട് വിട്ടൊന്ന് പോക്കും. നീ ചുമ്മാ പേടിക്കാതെ കൊച്ചെ. കാലഗതിക്ക് കാഷായവും നല്ലതാ. ഓ, നല്ല ആളിനോടാ ഇക്കണ്ടതൊക്കെ പറയാൻ തോന്നിയത്. എടി പെൺകൊച്ചുകളെ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. നെല്ല് കൊട്ടം കൊണ്ട് കിടക്കുക. ഇതൊന്ന് വാരി അകത്ത് വയ്ക്ക്. ആങ്ങളെ ഏതു വഴിക്കാണ് നാട് ചുറ്റാൻ പോയതെന്ന് പെങ്ങന്മാരോടും പറഞ്ഞിരുന്നില്ലേ? ഇല്ലച്ചാ, ഒന്നും പറഞ്ഞിരുന്നില്ല. എന്തൊക്കെ അറിവുകൾ ഗ്രഹിക്കണമെന്നും ആരൊക്കെയോ കണ്ട് സംശയ നിവാരണം നേടണമെന്നും ഒക്കെ എപ്പോഴോ പറഞ്ഞതായി ഓർക്കുന്നു. അങ്ങനെ എപ്പോഴാ പറയുന്നത്? ഞാനും കേട്ടിരുന്നു. അത് തന്നെ ആകും കാര്യം.
അവൻ ജ്ഞാനകുതുകിയാണ്. എല്ലാം കഴിയുന്നത്ര ഗ്രഹിക്കണമെന്നുള്ള മോഹത്താൽ ഇറങ്ങിയതാകും. നല്ലത് തന്നെ. അച്ഛനറിഞ്ഞോ, ആളെ ഇപ്പൊ കൂട്ടുകാരൊക്കെ ഭക്തനാണോ എന്ന് വിളിക്കുന്നത്. ആൾക്ക് ജാതി ചിന്തയുള്ളവരോട് വലിയ ഈർഷ്യയുള്ളതാണ്. അങ്ങനെ ആരോട് സംവാദത്തിൽ ഏർപ്പെടാതിരുന്നാ മതിയായിരുന്നു. അത് തന്നെയാ എന്റെ പേടി. ഒന്നുമില്ല, എന്റെ കുട്ടി ബുദ്ധിമാണ്. സന്ദർഭോചിതമായേ സംസാരിക്കൂ. അതെനിക്ക് ഉറപ്പാ. കൊച്ചൊന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. വൃത്തിയായി ഭുവനവും സത്യ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തി പ്രകാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. നീ എത്തിയോ? എവിടെയായിരുന്നു കുഞ്ഞ് ഇത്ര ദിവസം? തീ തീറ്റിച്ച് കളഞ്ഞല്ലോ. ആ തീയെല്ലാം നിയന്ത്രിക്കുവാനുള്ള അന്വേഷണത്തിലായിരുന്നു അമ്മേ. അമ്മേ, ഒന്ന് നിൽക്കമ്മേ. ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? മോൻ ക്ഷീണിച്ചു വന്നതല്ലേ, കൈയും കാലും കഴുകുക. അമ്മ ചോറ് വിളമ്പാം. നാണു എപ്പോ എത്തി? ദേശസഞ്ചാരത്തിലായിരുന്നെന്ന് കേട്ടു. അതേ അമ്മാവ, കൂടുതൽ പഠിക്കണമെന്നൊരു മോഹം. അപ്പോഴാണ് അച്ഛൻ മുൻപ് കുന്നപ്പള്ളി ആശാനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മ വന്നത്. അത്രയിടം വരെ ഒരു അന്വേഷണം. വേദാന്തം അരച്ചു കലക്കിയ മഹാപണ്ഡിതനാണല്ലോ അദ്ദേഹം. എന്നിട്ട് എന്തായി? ദിവസങ്ങൾക്ക് മുമ്പ് മനക്കൽ കോവിലിൽ കഥകളിക്ക് വന്ന സംഘമാണ് കൂടുതൽ കാര്യങ്ങൾക്ക് മാർഗദർശനം തന്നത്. അവിടെ ചെന്നാൽ വാരണപ്പള്ളിയിൽ താമസിക്കുവാനുള്ള സൗകര്യവും തരാമെന്ന് പറഞ്ഞിരുന്നു. ആ വഴിക്കായിരുന്നു സഞ്ചാരം. എല്ലാം സുഖമായി ഭവിച്ചു. വളരെ നന്നായി. എന്ത് സഹായവും ചോദിക്കാൻ മടിക്കണ്ട. അപ്പോ ഇനി മഹാപണ്ഡിതന്റെ അടുത്തേക്ക് പഠനയാത്ര അല്ലേ? അതെ അച്ഛാ. ഗുരുമുഖത്തു നിന്നും വിദ്യാഭ്യസിച്ച് സർവശാസ്ത്ര വിശാരദനായി നാരായണൻ സമൂഹത്തിൽ നടമാടുന്ന ഉച്ചനീചത്വങ്ങളെ തുടച്ചു മാറ്റണമെന്ന കടുത്ത ലക്ഷ്യത്തോടെ അതിനുള്ള സമരപർവങ്ങൾ അദ്ദേഹം മെനഞ്ഞുകൊണ്ടേയിരുന്നു. പൂർണ്ണമായ മാനവ സ്നേഹ സാക്ഷാത്കാരത്തിന്റെ ഒരുമയുടെ പടവുകളിലേക്ക് മാനവരാശിയെ എത്തിക്കുവാൻ ജാതിസ്പർദ്ധ ഒഴിവാക്കുന്ന മാനവധർമ്മമാർഗം, മാനുഷിക ജ്വാലയുടെ അണയാത്ത പ്രകാശം. ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ് ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. നാണുവിന്റെ കാര്യമാകും അല്ലേ? അത് തന്നെ. പഠനയാത്രകളൊക്കെ കഴിഞ്ഞു. ഇപ്പോ സന്യാസത്തിന്റെ പാതയിലാണോ എന്നൊരു സംശയം. എനിക്ക് തോന്നി. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. ആത്മീയതയൊക്കെ നന്ന്, പക്ഷേ അത് മാത്രമായി കഴിഞ്ഞാൽ പോരല്ലോ. ആദ്യം അവന് പറ്റിയ ഒരു ജോലി കണ്ടെത്തണം. അതിന് കുഴപ്പമില്ല, പഠിപ്പുണ്ടല്ലോ. പഠിപ്പുണ്ടെങ്കിൽ എന്താ, ജോലിക്ക് ജോലി തന്നെ വേണ്ടേ? പഠിപ്പുള്ളത് കൊണ്ട് അവൻ ഇഷ്ടമുള്ള ജോലി തന്നെ ആവാലോ. അതെന്താ അവന് ഇഷ്ടമുള്ള ജോലി? പഠിപ്പീര്.
മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് അവനേറെ താല്പര്യം. അതിനുള്ള വഴി എന്താ നിശ്ചയിച്ചിട്ടുള്ളത്? ഒരു കുടിപ്പള്ളിക്കൂടം അങ്ങോട്ട് തുടങ്ങുക. ആ കിഴക്കിടത്ത് പുരയിടത്തിൽ ഒരു സൗകര്യം കെട്ടിയുണ്ടാക്കാം. അവിടെ ഇരുന്ന് പഠിപ്പിക്കട്ടെ. പിന്നെ ഒരു കല്യാണം. എന്താ തന്റെ അഭിപ്രായം? ആ, നല്ലത് തന്നെ. അളിയൻ തീരുമാനിച്ച് അഭിപ്രായം അറിയിച്ചോളൂ, ഞാൻ കൂടെ ഉണ്ട്. ശരി, അങ്ങനെ ആകട്ടെ. എല്ലാം തയ്യാറാക്കാം. പിന്നെ എല്ലാം ദൈവനിശ്ചയം. അങ്ങനെ നാരായണൻ കുടിപ്പള്ളിക്കൂടത്തിൽ ആശാനായി കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ചു തുടങ്ങി. എന്നാൽ ആത്മീയതയുടെ പൂർണ്ണ ആത്മാംശമടങ്ങിയ മനസ്സിനുണ്ടോ അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നു? ശ്രദ്ധയും ലക്ഷ്യവും മുൻപേ തീരുമാനിച്ചതാണ്. അത് നിയോഗവുമായിരിക്കെ ഒരു വ്യതിചലനം സാധ്യമല്ലല്ലോ. ഏറെ താമസമില്ലാതെ നാരായണൻ അധ്യാപനത്തിൽ നിന്നും ആത്മീയതയിലേക്കും നവോത്ഥാന ചിന്തയിലേക്കും തന്റെ കർമ്മശ്രദ്ധ പതിപ്പിച്ചു. ഇതിനിടയിൽ ബന്ധുത്വത്തിൽ തന്നെ പെടുന്ന കാളിക്കുട്ടി എന്ന് വിളിപ്പേരുള്ള കാളിയമ്മ എന്ന യുവതിയെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നാരായണൻ വിവാഹം കഴിച്ചെങ്കിലും ആത്മീയ മാർഗത്തിന് കുടുംബം ഒരു തടസ്സമായി തന്നെ അനുഭവപ്പെട്ടു. ഏറെ താമസിയാതെ തന്നെ അദ്ദേഹം എല്ലാം പരിത്യജിച്ച് യാത്ര ആരംഭിച്ചു. അനിർവചനീയമായ ആത്മീയ യാത്ര, ഒരു നവോത്ഥാന നായകന്റെ ജീവിതയാത്ര. കാളിക്കുട്ടി, വൈവാഹിക ജീവിതത്തോട് നമുക്ക് തീരെയും താല്പര്യമില്ല. ആത്മീയ ജീവിതമാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ആത്മീയതയുടെ പൂർണ്ണ ആത്മാംശമടങ്ങിയ എൻ്റെ മനസ്സിന് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുകയുമില്ല. ശ്രദ്ധയും ലക്ഷ്യവും മുൻപേ നാം തീരുമാനിച്ചതാണ്. അത് നിയോഗവുമായിരിക്കെ ഒരു വ്യതിചലനം സാധ്യമല്ലല്ലോ. ദയവായി എന്നോട് ക്ഷമിക്കൂ. ഞാൻ അങ്ങയുടെ ആത്മീയ ജീവിതത്തിന്റെ വഴികളിൽ ഒരിക്കലും തടസ്സമായി നിൽക്കുകയില്ല. പക്ഷേ ഈ ജീവിതത്തിൽ കാളിക്കുട്ടിക്ക് വേറൊരു വൈവാഹിക ജീവിതമില്ല. രാമായണത്തിലെ ലക്ഷ്മണന്റെ പത്നി ഊർമിളയ്ക്ക് തുല്യം ഞാൻ
അങ്ങയുടെ പത്നിയായി ഒരു നിഴലിൽ എന്നും അഭിമാനത്തോടെ ജീവിച്ചു കൊള്ളാം. ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? എന്തോ ഇപ്പോൾ കണ്ട നേരം മുതൽ അങ്ങനെ ഒരു മുൻപരിചയം തോന്നിപ്പോകുന്നു. ഏകിം ഭവന്തി മനസ്സാ, മനസ്സിൽ അങ്ങനെ തോന്നാം. കാരണം ഒരേ സഞ്ചാരപാത പിന്തുടരുന്നവർ തമ്മിൽ ആത്മസംവേദനം വളരെ എളുപ്പമാകും. അതെ, നമ്മുടെ പാതയും ലക്ഷ്യവും സമമാകും. അതിന് കാലഭേദങ്ങളെ മറികടക്കാൻ കഴിയും. എന്റെ പേര് കുഞ്ഞൻപിള്ള, ചട്ടമ്പി സ്വാമി എന്ന് വിളിപ്പേരും. ഞാൻ നാണു നാരായണൻ, ചെമ്പഴന്തിയാണ് ദേശം. ആത്മദർശനം, മോക്ഷമാർഗ കൽപ്പനകളെല്ലാം തേടിയുള്ള ഒരു പ്രയാണത്തിലാണ് ഞാൻ. അങ്ങയുടെ പാതയും വേറിട്ടല്ലല്ലോ. ഒരിക്കലുമല്ല. അതുതന്നെയാണല്ലോ ദൈവഹിതമെന്ന കണക്കെ ഈ കൂടിക്കാഴ്ച സായത്തമായത്. ഞാൻ ശ്രീ ശങ്കര ദർശനത്തിന്റെ മോക്ഷമാർഗ കൽപ്പനയുടെ അന്വേഷണത്തിലാണ്. അദ്വൈത വേദാന്തത്തിന്റെ സാരം മഹത്തരമാണല്ലോ. തീർച്ചയായും ശങ്കരാചാര്യ സ്വാമികളുടെ ദർശനങ്ങൾ ശ്രേഷ്ഠമാണ്. പക്ഷെ വേദാന്ത ചിന്തയിൽ ബ്രാഹ്മണ്യ ഭാഷ്യം ക്രമാതീതമായി വരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതിലൊരു വിയോജിപ്പുമുണ്ട്. അവിടെ ബ്രാഹ്മണ്യ വിവക്ഷകളൊക്കെ കർമാധിഷ്ഠമായി കരുതിയാൽ മതി എന്നാണ് എന്റെ മതം. അതിൽ അനർഗള ചിന്തകൾക്ക് അനന്ത സാധ്യതകൾ തന്നെ ഉണ്ടല്ലോ. അതെ, അതിന്റെ സാരം തേടിയുള്ള യാത്ര അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ആത്മപ്രയാണം. വേദാന്ത സാരവും അദ്വൈത സാരവും ഒക്കെ വിധിനം വണ്ണം മനനം ചെയ്യാം. എന്നോടൊപ്പം പോന്നോളൂ. എന്റെ യാത്ര മഹായോഗിവര്യനായ തൈക്കാട്ട് അയ്യാവു സ്വാമികളുടെ അടുത്തേക്കാണ്. ഉറ്റ സുഹൃത്തുക്കളായി ആത്മീയ കാര്യങ്ങൾ പരസ്പരം സംവദിച്ചും അറിവ് പങ്കുവെച്ചുമെല്ലാം ഇരുവരും ആത്മാനുഭൂതിയുടെ പടവുകൾ കയറിക്കൊണ്ടിരുന്നു. തൈക്കാടയ്യ സ്വാമിയിൽ നിന്നും യോഗവിദ്യ പ്രകാശവും കരസ്ഥമാക്കി ആത്മീയ യാത്ര തുടർന്നു. അങ്ങനെയിരിക്കെ ശ്രീനാരായണൻ തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. തുടർ നിമിഷങ്ങൾ നവോത്ഥാന ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളിൽ കുറിക്കപ്പെട്ടു.
ആ, എല്ലാവരും എത്തിയോ? എല്ലാവരും ഇരിക്കൂ. ഈ പുണ്യഭൂമിയിൽ ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചാൽ അതൊരു ശ്രേഷ്ഠ കർമ്മമാകുന്നു. ശ്രമിച്ചാലോ? അല്ല, അങ്ങ് എന്താണ് ഈ പറയുന്നത്? നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നതാണോ ഗുരു? അയ്യോ, ശിവക്ഷേത്രമോ? അതെ, ശിവക്ഷേത്രം തന്നെ. അതിന് നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത് എന്തിനാണ്? മേൽജാതിക്കാർക്കല്ലേ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും മറ്റും പറഞ്ഞിട്ടുള്ളൂ. അതിനെന്താ, എല്ലാ ജാതി വ്യവസ്ഥയിലുള്ളവർക്കും ആരാധിക്കാൻ ഒരിടമാകട്ടെ. ദൈവാരാധന ആരുടെയും കുത്തകയല്ലല്ലോ. അങ്ങയുടെ ചിന്തക്കൊപ്പം എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിയണില്ലോ ഗുരു. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വന്ന് ഭഗവാനെ പൂജിക്കാൻ ഇതുവഴി അവസരമൊരുക്കിയാൽ അധിക കാലത്തിനുള്ളിൽ ജാതി ചിന്തകൾക്ക് അറുതി വരുത്തുവാനുള്ള ഒരിടമായി ഇവിടെ മാറിയിരിക്കും. അതിന് അന്യജാതിയിൽപ്പെട്ട ഒരാൾ ഇതുവരെ പൂജ നടത്തുകയോ പ്രതിഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? ഒരാളും അതിനായി ഇതുവരെ മുൻപോട്ട് വരാത്തതുകൊണ്ട്. മറ്റൊന്നും ചിന്തിക്കണ്ട. നമുക്കും വേണ്ടേ ഒരു ശിവൻ. എന്തായാലും ഉടൻ തന്നെ നമുക്ക് ആ കർമ്മം നടത്താം.
ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ശ്രീമഹാദേവായ നമഃ. ഓം നമഃ ശിവായ. ഇത് ചരിത്രത്തിൽ ശ്രേഷ്ഠമായി എന്നും ഓർമ്മപ്പെടുന്ന ഒരിടമായി മാറണം. ജാതി മതഭേദമില്ലാതെ ഏവർക്കും എല്ലാ സോദരങ്ങൾക്കും എത്താൻ കഴിയുന്ന ഒരു മാതൃകാസ്ഥാനം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മഹാഭാവം നാടാകെ അറിഞ്ഞു ഈ മഹാവിപത്ത്. നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ കീഴാണെന്നല്ലേ? ശിവ ശിവ, ഇത് എന്തു മഹാപാപം! നിങ്ങൾ അധർമ്മിയാണ്. പ്രായശ്ചിത്തമില്ലാത്ത മഹാപാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇക്കാലമായത് നന്നായി. പണ്ട് കാലമായിരുന്നെങ്കിൽ ശിരസ് കാണില്ലായിരുന്നു. ഇപ്പോഴായാലും എന്താ, ഈ ചെയ്തികൾക്ക് ശിക്ഷ വിധിച്ച് ചാട്ടവാറിനടിക്കുക വേണ്ടത്. കള്ള പരിശ, ഒരക്ഷരം മിണ്ടാതിരിക്കണ കണ്ടില്ലേ? മറ്റുള്ളവരെ കൂടി വഷളാക്കാനായിട്ട്. വരിക വരിക, അവന്റെ മറുപടിക്ക് എന്തിനാ കാത്തു നിൽക്കണേ? നമുക്കതെടുത്ത് നദിയിലെറിയാം. അതെങ്ങനെ? കീഴാളം തൊട്ടത് സ്പർശിച്ചാൽ നമുക്കും അശുദ്ധമാകുമെന്നറിയില്ലേ? നിങ്ങൾ ഇത്രയും പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്, നിങ്ങളുടെ ശിവനെയല്ല. ദൈവം ആരെയും ജാതി തിരിച്ചല്ല സൃഷ്ടിച്ചത്. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. ദൈവത്തിന് മുൻപിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന തത്വത്തെ മനസ്സിലാക്കുക മാത്രമാണ് ഈ ശിവപ്രതിഷ്ഠയുടെ ലക്ഷ്യം. ഇവിടെ എത്തുന്ന സുജനങ്ങളായ നിങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഇവിടെ ആരാധനയിൽ ഏർപ്പെടാം. മഹാപാപം ചെയ്തിട്ട് വേദാന്തം ഒഴിയുന്നോ? ഇതുവഴി വഴി നടക്കാൻ പോലും ഞാനാക്കിയിട്ടില്ല. ചെടികളെ പോലും അശുദ്ധമാക്കുന്നു. വരിക, പോകാം. വാക്കുകളുടെ വിലയറിയുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയും ശിഷ്യന്മാരുടെ എണ്ണം കൂടുകയും ചെയ്തു. നാരായണന്റെ നാമം ദേശമാകെ പ്രസിദ്ധി പരന്നു. സമൂഹത്തിന്റെ വിവിധ തട്ടിലുള്ള ഒട്ടേറെ ആൾക്കാർ നാരായണന്റെ വാക്കുകളെ അനുസരിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങി. ക്രമേണ നാണു എന്ന നാരായണൻ ഗുരു എന്ന സ്ഥാനപ്പേരോടുകൂടി അദ്ദേഹം ശ്രീ നാരായണ ഗുരു എന്നറിയപ്പെട്ടു തുടങ്ങി. ഇതിനിടെ സമൂഹത്തിലെ തരംതാണ ആചാരമായിരുന്ന കെട്ടുകല്യാണം എന്നറിയപ്പെട്ടിരുന്ന ബാല്യവിവാഹം ഉയർന്നു വന്ന എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് നിർത്തലാക്കുവാനും നാരായണ ഗുരുവിന് കഴിഞ്ഞു. ഒപ്പം കോഴിക്കുരുതിയും ദുർദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായങ്ങളും സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ ആഹ്വാനം നൽകിയതും നാരായണ ഗുരുസ്വാമിയാണ്. കേരള നവോത്ഥാനത്തിന്റെ നാഴികക്കല്ലായി മാറിയ ചരിത്ര വഴികൾ. ഒരു നാൾ പെരുമ്പള്ളി നാരായണൻ എന്ന ഒരാൾ കായിക്കര ദേശത്ത് നിന്നും ഗുരുവിനെ കാണുവാനായി എത്തി. തന്റെ മകന് സുഖമില്ലെന്നും ഗുരു തന്റെ വീട്ടിലെത്തി മകനെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും വേണമെന്നായിരുന്നു ആവശ്യം. ആവശ്യം അറിയിച്ചതനുസരിച്ച് ഗുരു കായിക്കരയിലെത്തി അനുഗ്രഹിക്കുക മാത്രമല്ല, കുമാരൻ എന്ന ആ കൗമാരക്കാരനെ ശിഷ്യനായി സ്വീകരിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സർഗപ്രതിഭയായ കുമാരൻ ഗുരുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. കുമാരൻ സർഗധനനായ ഒരു യുവാവായി മാറി. നമസ്കാരം ചിന്നസ്വാമി. ഏതോ കവിതാ സൃഷ്ടിയിലാണെന്ന് തോന്നുന്നു. അതെ സ്വാമി, മഹാഗുരു പകർന്നു തരുന്ന ആശയങ്ങളെ കവിതകളാക്കി മാറ്റുന്നു. ചിന്നസ്വാമിയുടെ കവിതകളെ കുറിച്ച് ഗുരുദേവൻ പലപ്പോഴും സംസാരിക്കാറുണ്ട്.
ഇപ്പൊ അങ്ങയുടെ കവിതകളുടെ കീർത്തി ദേശമാകെ പരക്കുകയും ചെയ്യുന്നുണ്ട്. അതാ ഗുരു ഇവിടേക്ക് എത്തുന്നു. ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജഗദ്ഗുരു. എന്താണ് കുമാരൻ എഴുതുന്നത്? സ്വാമി, അവിടുന്ന് നൽകിയ ആശയങ്ങൾ വരികളാക്കാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ തണലില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇല്ലാതായേനെ. എന്റെ മനസ്സിലേക്ക് എത്തുന്ന കവിതകളുടെ ആശയങ്ങളും വരികളും അവിടുത്തേത് തന്നെയാണ്. ഞാൻ അത് കുറിക്കുന്നു എന്ന് മാത്രം. ഞാൻ നിനക്ക് ജീവൻ നൽകുകയല്ല, നിന്റെ ഉള്ളിലെ വെളിച്ചത്തെ ഒന്നുണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ സർഗാത്മകത നിന്റെ തന്നെയാണ്. അത് ഉണർത്താൻ ഞാനൊരു കാരണമാകുന്നു എന്നേ ഉള്ളൂ. കുമാരൻ, ഇനി നീ കൊൽക്കത്തയ്ക്ക് പോകണം. അവിടെ നിന്ന് കൂടുതൽ വിദ്യ നേടണം. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു നൽകാം. മലയാളത്തിന് നിന്റെ തൂലികയിൽ നിന്ന് ഇനിയും വിപ്ലവങ്ങൾ ലഭിക്കാനുണ്ട്. സ്വാമി, അവിടുത്തെ വിട്ടുപിരിയുന്നത് എനിക്ക് ചിന്തിക്കാനാവില്ല. അങ്ങാണ് എന്റെ ലോകം. ഗുരുവും ശിഷ്യനും ശരീരത്തിലല്ല, ആത്മാവിലാണ് ഒന്നാകുന്നത്. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. മനുഷ്യന്റെ ദുരിതങ്ങൾക്കെതിരെ നിന്റെ കവിതകൾ മുഴങ്ങട്ടെ. മഹാഗുരു, എല്ലാം അവിടുത്തെ ഇംഗിതം പോലെ. ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനേ ജഗദ്ഗുരു. ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസുകളാൽ കവിത്വത്തിലൂടെ മലയാളക്കരയെ ഉണർത്തിയ ആ മഹാനുഭാവൻ കുമാരനാശാൻ, മഹാകവി കുമാരനാശാൻ. താനന്ദിനന്താനോ താനാ താനന്ദിനന്താനോ താനാ താനന്ദിനന്താനോ തന്ദിനന്താനോ താനാ താനന്ദിനന്താനോ താനാ താനന്ദിനന്താനോ താനാ താനന്ദിനന്താനോ തന്ദിനന്താനോ താനാ താനന്ദിനന്താനോ താനാ താനന്ദിനന്താനോ താനാ താനന്ദിനന്താനോ തന്ദിനന്താനോ. ഞാനൊന്ന് പോയി വരട്ടെ, ഞാനൊന്ന് പോയി വരട്ടെ, തെക്ക് തെക്ക് മലങ്കാവിൽ ദൂരത്തിനും പോവാ. ഞാനൊന്ന് പോയി വരട്ടെ, ഞാനൊന്ന് പോയി വരട്ടെ, തെക്ക് തെക്ക് മലങ്കാവിൽ ദൂരത്തിനും പോവാ.
നിർത്തൂ. സാധുക്കളായ ഈ മിണ്ടാപ്രാണികളെ കുരുതി കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിയുമോ? നിങ്ങൾ ആരാധിക്കുന്ന ദേവതകൾ ആര് തന്നെ ആയിക്കോട്ടെ, പ്രാണൻ എടുക്കാനും രക്തമൊരുക്കാനും ഏത് ദേവതയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണത് എഴുതപ്പെട്ടിരിക്കുന്നത്? വന്ദനം ഗുരുവേ. അങ്ങയെ സന്ദർശിക്കുവാനായി ഡോക്ടർ പൽപു എന്നൊരാൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഡോക്ടർ പൽപു കൂട്ടിക്കൊണ്ടുവരൂ. പ്രണാമം ഗുരു. ഞാൻ പൽപുവാണ്. ഡോക്ടർ പരീക്ഷ പാസ്സായി. തിരുവനന്തപുരമാണ് ദേശം. കൂടുതലായി ഒന്നും പറയണ്ട, എല്ലാം അറിയുന്നുണ്ട്. പൽപുവിന്റെ പ്രവർത്തനങ്ങൾ നാം പലരിൽ നിന്നും സശ്രദ്ധം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നതിൽ സന്തോഷം. ജാതിയിൽ കുറഞ്ഞവനായതുകൊണ്ട് തിരുവിതാംകൂറിൽ ജോലി കിട്ടിയില്ല. മികച്ച മാർക്ക് കിട്ടിയെങ്കിലും അത് പ്രയോജനമില്ലാതായി ഗുരു. കേരള സമൂഹത്തിൽ ഒരു ശുദ്ധീകരണം അനിവാര്യമാണ്. അതിന് വിപുലമായ ഒരു ഒരുമിക്കൽ ആവശ്യമാണ്. തീർച്ചയായും അതൊരു അവശ്യ ഘടകമാണെന്ന് ഞാനും ചിന്തിക്കുന്നു. ഞാൻ അതിന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. എന്നാൽ അരുവിപ്പുറത്ത് അതിനുള്ള ജ്വാല തെളിയിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുരുദേവന്റെ ഉപദേശം അതിനായി ഉണ്ടാവണം. തീർച്ചയായും നിങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊള്ളൂ. നമുക്ക് കൂടുതൽ ആലോചിക്കാനില്ല. നമ്മുടെ ഇടയിൽ മേലാളന്മാരിൽ നിന്നും ജാതിയുടെ പേരിൽ പീഡനം അനുഭവിക്കുന്ന സഹോദരങ്ങൾ ഏറെയുണ്ട്. ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടാം. അങ്ങനെയാകട്ടെ. പൽപുവിന്റെ ആശയത്തിന് ഇവിടെ നമുക്ക് രൂപം നൽകാം. പിന്നെ പൽപു പഠിപ്പുള്ള ആളല്ലേ. കീഴ്ജാതിയിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായും ചില പ്രവർത്തനങ്ങൾ തയ്യാറാക്കണം. തീർച്ചയായും ഗുരുദേവ. നമ്മുടെ ശിഷ്യനായ കുമാരനും പഠനം കഴിഞ്ഞുടനെ എത്തിച്ചേരും. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്ക് നവോത്ഥാനത്തിന്റെ പുത്തൻ പടവുകൾ കയറാം. നാളേക്കായി ആകാശത്തിരി താരകത്തിരി വെണ്ണിലുയർത്തും രാവേ അടിമത്വത്തിൻ കൂട്ടിൽ ചിറകു കരിഞ്ഞു കിടക്കും പൈങ്കിളിയെ നടുവിൽ പുറത്തു ശ്രീനാരായണ സൂര്യനുദിച്ചതാ
ഈശ്വരനെ തേടുന്ന മാനവന് പ്രപഞ്ച സത്യം ഒന്നായി മനസ്സിലാക്കാൻ കഴിയണം. അതായത് മനുഷ്യർക്കിടയിൽ ബോധമണ്ഡലവും പരസ്പര സ്നേഹവും ഉണ്ടായാൽ അവിടെ ജാതി മതങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് ശ്രീ നാരായണ ഗുരുസ്വാമി ജനസമൂഹത്തോട് ഉദ്ഘോഷിച്ചു. മതസ്പർദ്ധ ഒഴിവാക്കണമെങ്കിൽ എല്ലാവരും പരസ്പരം മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും അവയുടെ അന്തസത്ത മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു. ഇക്കാലം കടൽക്കരയോട് ചേർന്ന വർക്കലയ്ക്കടുത്തായുള്ള കുന്നിൻമുകളിൽ ശിവഗിരി എന്ന നാമധേയത്തോടെ മറ്റൊരു ആശ്രമം സ്ഥാപിച്ചു. പരമശിവനെയും വിദ്യാദായിനിയായ സരസ്വതി ദേവിയെ ശാരദാഭാവത്തോടെയും അവിടെ കുടിയിരുത്തി. ഇവയെല്ലാം തന്നെ മലയാളക്കരയുടെ നവോത്ഥാന ചരിത്രത്തിൽ ഗണ്യമായ പങ്കുവഹിച്ചു. സ്വാഗതം. അവിടത്തേക്ക് ശിവഗിരി പുണ്യാശ്രമത്തിലേക്ക് സ്വാഗതം. അയിത്തമില്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെ കുറിച്ച് സ്വാമിജിക്ക് എന്താണ് അഭിപ്രായം? നല്ലത് തന്നെ. അത് ഭംഗിയായി നടക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അവകാശം സൗമ്യമായി ചോദിച്ചു വാങ്ങുക എന്ന നിലവിട്ട് ബലപ്രയോഗത്തോട് അത് നേടാൻ ശ്രമിക്കുന്നതിനോട് സ്വാമിജി യോജിക്കുന്നുണ്ടോ? ബലപ്രയോഗം അത്ര നല്ലതല്ലെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അധകൃതരുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മതപരിവർത്തനമാണ് ഉത്തമമെന്ന് പലരും സാഹചര്യം മുതലെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നു. മതപരിവർത്തനത്തിലൂടെ ജനങ്ങൾ സ്വതന്ത്രരാകുന്നുണ്ട്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താനാവില്ല. എന്നാൽ ആധ്യാത്മിക മുന്നേറ്റത്തിലൂടെ സ്വാതന്ത്ര്യം നേടാൻ ഹിന്ദു സാഹചര്യം തന്നെയാണ് അഭികാമ്യം. ജാതി വ്യവസ്ഥ മാനവ സമൂഹത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മനുഷ്യനെ തന്നെ തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാം നവോത്ഥാന ലക്ഷ്യം സഫലമാകൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ജയ് ഹിന്ദ്. वैष्णव जन तो दीन कहिए जे भीड़ पराए जाने रे वैष्णव जन तो दीन कहिए. ഇലകൾക്ക് വലിപ്പവും രൂപവുമൊക്കെ അല്പം വ്യത്യാസമുണ്ടാകാം. എന്നാൽ അവ ഒന്ന് പിഴിഞ്ഞ് നീരാക്കിയാൽ രുചിക്ക് വ്യത്യാസം വരില്ല. അതുപോലെ മനുഷ്യരുണ്ടാക്കിയ വേർതിരിവുകളിൽ വ്യത്യാസമുണ്ടാകാം. പക്ഷേ മനുഷ്യർ ഒന്നാണ്. അവന്റെ രക്തവും ഒരേ നിറമാണ്. പിന്നെ എന്തിനാണ് ഈ ജാതി ചിന്ത എന്ന ഗുരുദേവ വാക്യം ഗാന്ധിജിയിൽ വളരെ സ്വാധീനം ചെലുത്തി. ഇന്നു മുതൽ ഹരിജനങ്ങളെ സ്വതന്ത്രരാക്കുവാനായി ഒരു വ്രതമെടുക്കുവാൻ ആരംഭിക്കുകയാണെന്നും ഭാരതത്തിന്റെ തെക്കേ അറ്റത്തു നിന്നും ഗുരുദേവൻ കൊളുത്തിയ ഈ ജ്വാല ഭാരതമാകെ ഒരു വിപ്ലവ ജ്വാലയായി വീശി മാറ്റത്തിന്റെ കാഹളം ഉയർത്തട്ടെ എന്നും ഗാന്ധിജി ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തി. നവോത്ഥാനത്തിന്റെ പുതിയ പന്ഥാവുകൾ പിന്നിടുമ്പോഴും തന്റെ രചനകൾ കൊണ്ട് സമൂഹത്തെ മാറ്റുന്നതിൽ ഗുരുദേവൻ ഏറെ സ്വാധീനം ചെലുത്തി. ഏത് ജാതിയിൽപ്പെട്ടവനും ജനിക്കുവാനും മനനം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്ന തരത്തിൽ ദേവീദേവന്മാരുടെ സ്തുതിഗീതങ്ങളും ആത്മീയ കാവ്യങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഉതിർന്നു. ആത്മോപദേശത്തെ ഇത്രയേറെ കാവ്യാത്മകമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ കൃതികൾ വേറെ പിറന്നിട്ടില്ല എന്ന് തന്നെ പിന്നീട് ചരിത്രം രേഖപ്പെടുത്തി.
ചെയ്യാതിരുന്നെങ്കിൽ കേരളം ഭ്രാന്താലയമായി. ഇന്നും കേരളം ഭ്രാന്താലയമായിരുന്നേനെ. തമ്മിൽ കണ്ടാൽ തീണ്ടുന്നവരും അയിത്തം കൊണ്ടു കുളിക്കുന്നോരും സമുദായത്തിൽ ഭ്രഷ്ടുള്ളോരും ഇവിടെ നിറഞ്ഞേനെ. നാരായണനവതാരം ചെയ്യാതിരുന്നെങ്കിൽ കേരളം ഭ്രാന്താലയമായിരുന്നേനെ. അടിമകളെന്നും അടിമകളായി ഉടമകളെന്നും ഉടമകളായി. അടിമകളെന്നും അടിമകളായി ഉടമകളെന്നും ഉടമകളായി. നമ്മുടെ നാട്ടിൽ സമത്വമില്ലാതായി. അമ്പലത്തിനുള്ളിൽ കേറാനാവാതെ അമ്പലത്തിനുള്ളിൽ കേറാനാവാതെ ഇന്നും പുലയനും പറയനും കേൾക്കാപ്പാടകരെ നിന്നേനെ. നാരായണനവതാരം ചെയ്യാതിരുന്നെങ്കിൽ കേരളം ഭ്രാന്താലയമായേനെ. ഇന്നും കേരളം ഭ്രാന്താലയമായിരുന്നേനെ. ജാതിഭേദങ്ങളിലും വർണ്ണഭേദങ്ങളിലും ജാതിഭേദങ്ങളിലും വർണ്ണഭേദങ്ങളിലും കേരളക്കരമാലക്കിടി മുങ്ങിയേ. അക്ഷരങ്ങളറിയും ശൂദ്രനിപ്പോഴും അക്ഷരങ്ങളറിയും ശൂദ്രനിപ്പോഴും ദൂരെ ദൂരെ കാണാപ്പാടകലെ നിന്നേനെ. നാരായണനവതാരം ചെയ്യാതിരുന്നെങ്കിൽ കേരളം ഭ്രാന്താലയമായേനെ. ഇന്നും കേരളം ഭ്രാന്താലയമായിരുന്നേനെ. നാരായണനവതാരം ചെയ്യാതിരുന്നെങ്കിൽ കേരളം ഭ്രാന്താലയമായേനെ. ഇന്നും കേരളം ഭ്രാന്താലയമായിരുന്നേനെ. തമ്മിൽ കണ്ടാൽ തീണ്ടുന്നവരും അയിത്തം കൊണ്ടു കുളിക്കുന്നോരും സമുദായത്തിൽ ഭ്രഷ്ടുള്ളോരും ഇവിടെ നിറഞ്ഞേനെ. നാരായണനവതാരം ചെയ്യാതിരുന്നെങ്കിൽ കേരളം ഭ്രാന്താലയമായിരുന്നേനെ. മനുഷ്യനെ തൊട്ടാൽ മനുഷ്യൻ അശുദ്ധമാകുമെന്ന് കരുതുന്നവർക്ക് യാതൊന്നും ശുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല. എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മലയാള നാടെന്നല്ല ഏത് നാടും ദൈവത്തിന്റെ സ്വന്തം നാടായി മാറും. ദൈവമെന്നാൽ സ്നേഹമാണ്. ആ ആശയത്തിന് ഉപോദ്ബലകമായി യേശുദേവന്റെ വചനങ്ങളും ഖുർആൻ വചനങ്ങളും സ്വീകരിക്കാം. ഒന്നും തമ്മിൽ ഭേദമില്ലാത്തതാണ് മനുഷ്യജന്മം എന്നൊക്കെ മനസ്സിലാക്കാൻ ആദിശങ്കരന്റെ അദ്വൈത സിദ്ധാന്തത്തെ അനുവർത്തിക്കാം. എല്ലാം നന്മയുടെ ചിന്തകളിലേക്കുള്ള പാഠങ്ങളാണെന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അതേ ഗുരു, സർവ്വജീവജാലങ്ങളും ഉറഞ്ഞിട്ടുള്ളത് ബ്രഹ്മ അംശമാണെന്ന് വേദങ്ങളും ഘോഷിക്കുന്നു. അതുതന്നെ എല്ലാവരും ഒന്നാകണമെന്ന ചിന്ത ഉയർത്തുവാനല്ലേ? സംശയമില്ല. അതിന്റെ പൊരുൾ അത്ര സരസവും സങ്കീർണവുമാണ്.
അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ആശയങ്ങൾ തയ്യാറാണ് ഗുരു. അതിനായി മറ്റൊരു പാത പിന്തുടരാം. നമ്മൾ എല്ലാ ജാതിക്കാരെയും ഉൾപ്പെടുത്തി മിശ്രഭോജനം അഥവാ പന്തിഭോജനം പ്രോത്സാഹിപ്പിക്കണം. ഒപ്പം മിശ്ര വിവാഹവും നടക്കട്ടെ. എല്ലാ മേഖലയിലും മാറ്റങ്ങൾ അനിവാര്യമാണ്. ശിഷ്യ ശിവലിംഗദാസ, മറ്റൊരു കർമ്മത്തിന് താങ്കൾ നേതൃത്വം വഹിക്കണം. മനുഷ്യർക്കിടയിൽ മദ്യസേവ ക്രമാതീതമാകുന്നു എന്നറിയുന്നു. ശരിയാണ് ഗുരു, അത് വ്യാപകമാകുന്നുണ്ട്. അതിനായി കൂടി നാം മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം. മദ്യം വിഷമാണ്. അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണം. തീർച്ചയായും ഗുരു, പ്രാവർത്തികമാക്കാം. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും ഗുരുവേ ശിവ. നാടാകെ ഐത്തോച്ചാടന പ്രവർത്തനങ്ങളും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെയുള്ള പ്രക്ഷോഭങ്ങളും അലയടിച്ചു. കീഴ്ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം അവകാശമായി നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടങ്ങളും സത്യാഗ്രഹങ്ങളും മറ്റും സജീവമായി. ഭാരതത്തിന്റെ ദക്ഷിണദേശത്തു നിന്നും നവോത്ഥാനത്തിന്റെ അഗ്നിജ്വാല ആളിക്കത്തിക്കൊണ്ടിരുന്നു. ഗുരുദേവന്റെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ ഭാരതമൊട്ടാകെ അഭിനന്ദിക്കപ്പെട്ടു. ഭാരതത്തിന്റെ വിശ്വകവിയായി മാറിയ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിലെത്തി ഗുരുദേവനെ സന്ദർശിച്ചു. കൂടാതെ പഠനകാല സൗഹൃദത്തിലൊപ്പമുണ്ടായിരുന്ന ആത്മസുഹൃത്ത് ചട്ടമ്പി സ്വാമികളും നവോത്ഥാന ബന്ധാവിൽ ഗുരുദേവനൊപ്പം ചേർന്നു. മഹാഗുരു, ഇവിടത്തെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം നിലനിൽക്കുന്നു. എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം? വിഗ്രഹപ്രതിഷ്ഠ നടത്തി അന്ധവിശ്വാസങ്ങളെ വളർത്തുന്നതായി എതിരുള്ളവർ ആക്ഷേപം ഉയർത്തുന്നു. ഓ, അങ്ങനെയോ? ശരി, വഴിയുണ്ടാക്കാം. പ്രതിഷ്ഠ മാറ്റാൻ വഴിയില്ലല്ലോ. ഒരു കണ്ണാടി സംഘടിപ്പിക്കും, അത് നമുക്ക് പ്രതിഷ്ഠിക്കാം. കണ്ണാടിയോ? അതെ, കണ്ണാടി തന്നെ. അതിൽ ഓം ശാന്തി എന്ന് കോറിയെടുക്കണം, വായിക്കാൻ പാകത്തിൽ. എല്ലാവരും കണ്ണാടി നോക്കി തൊഴട്ടെ. അവരവരിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വരനെ അവരവർക്ക് തന്നെ നേരിൽ കാണാൻ ഒരു അവസരവുമാകും. ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള ഒരു മാർഗവുമാകും. അങ്ങനെ ഈ ചേർത്തല കളവങ്കോട് ക്ഷേത്രം കണ്ണാടി പ്രതിഷ്ഠയോടെ ശക്തീശ്വര ക്ഷേത്രമായി പ്രസിദ്ധമാകട്ടെ. ഗുരുദേവന്റെ ഇച്ഛപ്രകാരം ജാതിക്കോമരങ്ങൾക്കെതിരെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. മനുഷ്യൻ ഒന്നാണെന്ന വിശ്വതത്വം മാനവ ഹൃദയങ്ങളിലേക്ക് ഒരറിവിന്റെ മാറ്റത്തിന്റെ കൈത്തിരിയായി ആവാഹിക്കപ്പെട്ടു. സാമൂഹിക മാറ്റങ്ങളുടെ ഉച്ചസ്ഥായി മലയാളക്കരയെ പുത്തൻ സൂര്യോദയങ്ങളിലേക്ക് നയിച്ചു. മാറ്റങ്ങളുടെ കൊടുങ്കാറ്റായി ഗുരുദേവ ശിഷ്യൻ മഹാകവി കുമാരനാശാന്റെ കവിതാശകലങ്ങൾ നാടാകെ വീശിയടിച്ചു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റിയില്ലെങ്കിൽ അത് മാറ്റുമീ നിങ്ങളെ, അത് മാറ്റുമീ നിങ്ങളെ. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റിയില്ലെങ്കിൽ അത് മാറ്റുമീ നിങ്ങളെ, അത് മാറ്റുമീ നിങ്ങളെ. ഇതിഹാസഗിരികൾ സ്വരങ്ങളിൽ നിന്നും കൊടുങ്കാറ്റ് പോലെയൊരു ശബ്ദം. ഇതിഹാസഗിരികൾ സ്വരങ്ങളിൽ നിന്നും കൊടുങ്കാറ്റ് പോലെയൊരു ശബ്ദം. മലയാള കവിതയുടെ നക്ഷത്രമുത്തം യുഗസൂത്രധാരന്റെ ശബ്ദം. മലയാള കവിതയുടെ നക്ഷത്രമുത്തം യുഗസൂത്രധാരന്റെ ശബ്ദം.
കോരിത്തരിച്ചങ്ങു നിന്നു കോരിത്തരിച്ചങ്ങു നിന്നു മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റിയില്ലെങ്കിൽ അത് മാറ്റുവേ നിങ്ങളെ അത് മാറ്റുവേ നിങ്ങളെ കാലം അതിന്റെ കർമ്മപഥത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. ഉദയവും അസ്തമനങ്ങളും ഋതുക്കളും കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. വാർദ്ധക്യത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ ഗുരുദേവനെ ബാധിച്ചെങ്കിലും കർമ്മപഥത്തിൽ അദ്ദേഹം അക്ഷീണം മനക്കരുത്തോടെ തുടർന്നുകൊണ്ടേയിരുന്നു. നിയതിയുടെ വിശാല കർമ്മപഥത്തിൽ ആത്മോപതേജസ് പകർന്നുകൊണ്ടേയിരുന്നു. എങ്കിലും 1924 ജനുവരി 16 റെഡീമർ ബോട്ടപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഉത്തമ ശിഷ്യൻ കുമാരനാശാന്റെയും അതേ വർഷം മെയ് 5 പരലോകപ്രാപ്തനായ ഉറ്റമിത്രം ചട്ടമ്പി സ്വാമികളുടെയും ദേഹവിയോഗ വാർത്ത ഗുരുദേവന്റെ മനസ്സിനേൽപ്പിച്ച ആഘാതം ചെറുതായിരുന്നില്ല. ഒരു അസ്തമനം കൺകുളിർക്ക് കാണുവാനൊരു മോഹം. എല്ലാം കാലഗതിക്കനുസരിച്ച് കൽപ്പിക്കപ്പെട്ട പോലെ നടക്കണം. അത് ലോകത്തിന്റെ പ്രകൃതിയുടെ നിയമമാണ്. എന്റെ യാത്രയ്ക്ക് ശേഷവും ഇന്ന് വരെ തുടരുന്ന മാറ്റത്തിന്റെ ഈ ശംഖുനാദങ്ങൾ നിലയ്ക്കാതെ നിങ്ങൾ കാക്കണം. ഓരോ ഉദയവും ഉന്മേഷവും ഉത്സാഹവും പ്രദാനം ചെയ്യുന്നു. അസ്തമനമാകട്ടെ ശാന്തതയും ഏകാന്തതയും സമ്മാനിക്കുന്നു. അതെ, ഓരോ അസ്തമനവും ഓരോ ഉയർത്തെഴുന്നേൽപ്പാണ്, മഹാസമാധിയിലേക്കുള്ള പ്രയാണമാണ്. അങ്ങനെ ഭൗതിക ലോകത്തോട് വിട പറഞ്ഞു. 1928 സെപ്റ്റംബർ 20 ശിവഗിരി ആശ്രമത്തിൽ ആ മഹാസമാധി കുറിക്കപ്പെട്ടു. ലോകമെന്നും വാഴ്ത്തപ്പെട്ട മാനവികതയുടെ സൂര്യപ്രഭാവം അന്നും ഇന്നും എന്നും ഒരുമയുടെ കിരണങ്ങളാൽ സമത്വത്തിന്റെ ശക്തിയേകി നമ്മെ മുൻപോട്ട് നയിക്കുന്നു. ഗുരു തവ പാദം ശരണം. ശ്രീനാരായണ ഗുരുവിന്റെ പാദം ശിവഗിരി തന്നിൽ ജ്വലിച്ചു നിൽക്കും. പീത നക്ഷത്ര കിരണം ശരണം. പീത നക്ഷത്ര കിരണം ശരണം. പീത നക്ഷത്ര കിരണം ശരണം.
ശുഭമരുളൂ ജപമലരീ നീ നിറയൂ ശരണം ശരണം ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ തുണയേകൂ വരമേകൂ തുன்பങ്ങൾ തീർത്തരുളൂ ശരണം ശരണം ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ഗുരുമൂർത്തേ ശുഭമൂർത്തേ തളരുമ്പോൾ തണലേകൂ ശരണം ശരണം ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ കനിവിന്റെ പാൽക്കടലേ മനതാരി സുഖമരുളൂ ശരണം ശരണം ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശ്രീദേവ ഗുരുദേവ ശരണം ശരണം ഗുരുദേവ ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ